സ്വാമി ഭദ്രാനന്ദ, ഇത് NSSലെ കുടുംബാധിപത്യം, ഏകാധിപത്യം ഈ വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് പുതിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഇത് NSSൽ മാത്രമല്ല, SNDPയിലും സമാനമായ അവസ്ഥയാണ്. ഏകാധിപത്യവും കുടുംബാധിപത്യവും എന്ന് ആരോപണം ഉന്നയിച്ച് വലിയ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് SNDPക്കെതിരെ ഒരു വിമത നീക്കങ്ങൾ കാലാകാലങ്ങളായിട്ടുണ്ട്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് ഇത്തരം സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങയുടെ നേതൃത്വത്തിൽ ഈ മാസം 19-ാം തീയതി തിരുവനന്തപുരത്ത് വെള്ളാപ്പള്ളി നടച്ച ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ മാധ്യമപ്രവർത്തകൻ ശ്രീ M. ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതാണ് ഇത്തരത്തിലുള്ള വിമത നീക്കങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം, എന്ത് ഫലപ്രാപ്തിയാണ് ഉണ്ടാവുക എന്ന്. കാരണം അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് SNDPക്കകത്ത് ശ്രീ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയാണ്. പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും വെള്ളാപ്പള്ളിയെ മാറ്റാനോ ഒരു നേതൃമാറ്റം കൊണ്ടുവരാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുപോലുള്ള നീക്കങ്ങൾ, ഈ വിമത നീക്കങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം സ്വാമി ഭദ്രാനന്ദ? ഈ വിമത നീക്കം എന്ന് പറയുന്നത് എപ്പോഴും ഒരു റെവല്യൂഷനിൽ നിന്ന് മാത്രമേ ഒരു എവല്യൂഷൻ ഉണ്ടാവാറുള്ളൂ. ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭൻ അവர்களுമെല്ലാം ഇവിടെ വിമതർ തന്നെയായിരുന്നു. അവർ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. അവർ മനുഷ്യനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി, അത് ആത്മീയമായും സാമൂഹികമായും ഉള്ള മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു. അവർ വിമതരല്ലായിരുന്നെങ്കിൽ, അവർ മാറ്റത്തിന് അനുസരിച്ച് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഈ കാണുന്ന ഈ സുഖലോലിപരായിട്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ ഇരിക്കാനൊരു പ്രസ്ഥാനം പോലും ഇവിടെ ഉണ്ടാവില്ല. മന്നംജി ആക്ച്വലി എന്താ ചെയ്തത്? അദ്ദേഹത്തിനെ പോലെ ഇത്രയും വലിയൊരു ഗുരുഭക്തൻ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു എന്താണോ ചിന്തിച്ചത് അതിനും ഡബിളായിട്ട് ചിന്തിച്ച് സമൂഹത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം പോലും വിളക്ക് തെളിയിച്ച് ഈ ഒരു മഹത് പ്രസ്ഥാനത്തെ കൊണ്ടുവന്നത്. പക്ഷേ ഈ NSSൽ നാം കാണുന്നത്, ഈ NSSും ഈ SNDP എന്ന് പറയുന്നത്, ഇതിലെ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഇത് രണ്ട് ബസ്സുകളായിട്ട് കാണാം. ഓൾവോ ബസ്സും സ്കാനിയ ബസ്സും. ഇതിൽ രണ്ട് വണ്ടികൾക്കല്ല പ്രശ്നം, ഇത് ഓടിക്കുന്ന വ്യക്തികളുടെ മനോഗതി, മനഃശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അവരുടെ കർമ്മ ശുദ്ധികളെയാണ് ഇവിടെ നമ്മൾ അളന്ന് സമൂഹത്തിന്റെ മുന്നിൽ വെക്കേണ്ടത്. അതിന് ഉദാഹരണം, വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഒരു ഭൂലോക കാട്ടുകള്ളനാണ്. ഇത്രയും ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ പറഞ്ഞത് അതിനെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ അതിലേറെ പരമചറ്റയാണ്. അപ്പോ ഇപ്പൊ തന്നെ അദ്ദേഹം വന്നിരിക്കുന്ന ന്യായീകരണം, കള്ള് ചെത്തരുത് കുടിക്കരുതെന്ന് ഗുരു പറഞ്ഞെങ്കിൽ തുഷാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിദേശ മദ്യം കൊടുക്കാം, കള്ള് മാത്രമേ ചെത്തരുതെന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവൻ ഇവിടെ BJPയുടെ, ഇപ്പൊ നമ്മുടെ രവിയേട്ടൻ അറിയാം, BJPയിൽ ഞാൻ സ്ഥിരം രവിയേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ഒന്നെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്നോർത്ത് BJPയിൽ വന്ന് അതിനകത്ത് ഇരിക്കുന്ന ഒരു നിർഭാഗ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഫോർവേഡഡ് ആയിട്ടുള്ള പല തോട്ട്സും ചിന്തകളും ഒക്കെ സമൂഹത്തിൽ വന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നവരാണ്. ഇവരെ ഒന്നും ഒരിക്കലും എന്റർടൈൻ ചെയ്യില്ല. I strongly believe that we should remove these kind of unwanted ഒരു ഫസ്സാണ് ഈ, അല്ലെങ്കിൽ ഒരു ഫസ്സായിട്ട് നമ്മളിത് പറയത്തില്ല, ഒരു വല്ലാത്ത ഒരു I don't know how to explain about those guys. ഇവര് രണ്ടുപേരും അതായത് വർഗീയ കാളവണ്ടിയുടെ രണ്ടറ്റത്തും കെട്ടാൻ പറ്റുന്ന രണ്ട് കാളകളാണ്. ഇവരെ കൊണ്ട് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് സ്പിരിച്വലി ഉണ്ടായിട്ടുള്ളത്? മന്നംജി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ ആഗ്രഹിച്ചതുപോലുള്ള എന്തൊരു ഡെവലപ്മെന്റ്സ് ഉണ്ടായി? അവരൊക്കെ ചെയ്തു കൊടുത്ത കസാരയിൽ കയറി, അല്ലെങ്കിൽ അവരുടെ ത്യാഗം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൽ കയറിയിരുന്ന് ഈ പറയുന്ന ഷോ കാണിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ ഇവർക്ക് എത്രമാത്രം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. സ്വാമി അങ്ങയുടെ സൂം ഇപ്പോൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്താൽ അല്പം വ്യക്തമായിരിക്കും, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ കഴിയും. സ്വാമിയിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.